നമസ്തേ, നാടിൻ്റെ ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 21. രാജ്യം ഇന്ന് 11ാം രാജ്യാന്തര യോഗാ ദിനം ആഘോഷിക്കുന്നു. ലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്ന ആശയത്തിൽ രാജ്യവ്യാപകമായി 12 ലക്ഷം സ്ഥലങ്ങളിലാണ് ഇന്ന് യോഗാ ദിനം ആഘോഷിക്കുന്നത്. ഇന്നത്തെ യോഗാ ദിനത്തിൽ വൈറലായത് വൈപ്പിൻ സ്വദേശി യോഗാചാര്യൻ ഉപേന്ദ്രനാചാര്യാണ്. തൻ്റെ 105-ാം വയസ്സിലും യോഗാഭ്യാസം മുറ തെറ്റാതെ ചെയ്തും പഠിപ്പിച്ചു കൊടുത്തും ആയിരക്കണക്കിന് ശിഷ്യസമ്പത്ത് മാത്രം കൈവശമുള്ള ആചാര്യയെ തേടി ഇതുവരെ ഒരു അംഗീകാരവും വന്നിട്ടില്ല. കുലത്തൊഴിലായ മരപ്പണിയിൽ നിപുണനായ മുത്താശാരിയായി അറിയപ്പെടുന്നു. 13-ാം വയസ്സിൽ കുലത്തൊഴിലായ മരപ്പണി തുടങ്ങിയെങ്കിലും 35-ാം വയസ്സിലാണ് വടക്കൻ പറവൂർത്തറ ചന്ദ്രൻ മാസ്റ്റർ അവറുകളാണ് ഉപേന്ദ്രനാചാര്യയുടെ യോഗയിലുള്ള ഗുരു. ഇപ്പോൾ ആചാര്യയ്ക്ക് ഒരു ആഗ്രഹമേ ഉള്ളൂ, പ്രധാനമന്ത്രിയെ നേരിൽ ഒന്ന് കാണണം, തൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു വാക്യം പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയെ കാണണം, ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകം ആ മഹാനുഭാവന് കൊടുക്കണം. അതിൻ്റെ പ്രാഥമികമായിട്ട് ഞാൻ സുരേഷ് ഗോപിക്കൊരെണ്ണം കൊടുത്തിട്ടുണ്ട്, അങ്ങേർക്കും കൊടുക്കണം. ഇത് എൻ്റെ ആഗ്രഹമാണ്. അങ്ങേര് വന്നപ്പോൾ ഇതിന് ചെനപ്പ് പൊട്ടാൻ തുടങ്ങിയത് അന്നേ വിചാരിച്ചാണ്. ഇവിടുത്തെ എല്ലാവരും വിചാരിച്ചത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഇത് നമുക്ക് പ്രാവർത്തികമാക്കണം, ഇവിടെ നിയമനം നടത്തണം എന്ന് പറഞ്ഞ് ഒരൊറ്റ നിയമനം പോലും നടത്തിയല്ല. ഇല്ല, അത് നിയമനം നടത്താൻ വേണ്ടി ഒരു ജസ്റ്റിസ് നരേന്ദ്രൻ അങ്ങനെ മരിച്ചു എന്നെ വിളിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ഇത് പ്രാവർത്തികമാക്കണം. ഞാനും ഉണ്ട്, പഠിച്ച ഞാനും എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വികസിക്കണമെന്ന് അദ്ദേഹം മരിച്ചു പോയി. അല്ലെങ്കിൽ കുറേ സ്ഥലത്ത് ഇത് അങ്ങേര് പറഞ്ഞ നടത്താൻ ആളുകളുണ്ടായിരുന്നു. അവരെ ഇതിൽ തന്നെ സ്കൂളുകളും ആശുപത്രികളൊക്കെ ഉണ്ട്, അവിടെ തന്നെ തുടങ്ങിയ പോരേ. എന്നാലും ധാരാളം ആളുകൾ അങ്ങനെ ജസ്റ്റിസ് നരേന്ദ്രൻ ഹൈക്കോട്ടെ ജഡ്ജിയായിരുന്നാണ്, റിട്ടയറായി. ഞങ്ങളെ സംസാരിച്ച് പിന്നീടാണ് അദ്ദേഹം അസ്വസ്ഥനാണ്. അതും നമുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് അനീതി പറഞ്ഞാൽ എല്ലാവരും വകവയ്ക്കും. ഇവിടെ ഒരു നിയമനം മറ്റില്ല. പഞ്ചായത്ത് ഇന്ന് ഉള്ള രാശമുണ്ടെങ്കിൽ കോടിക്കണക്കിന് അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ അതിനെ കുറ്റം പറയില്ല. ആചാര്യന്റെ ജീവിതാഭിലാഷം പ്രധാനമന്ത്രിക്ക് ഈ പുസ്തകം കൈമാറി അദ്ദേഹത്തിൽ നിന്ന് ഇതിന് ജീവശ്വാസം ഉണ്ടായി ലോകം മുഴുവൻ വ്യാപിക്കണമെന്നുള്ളതല്ലേ? അതെ, അതാണ് എന്റെ പ്രധാന ആഗ്രഹം. നമ്മളിത് പ്രധാനമന്ത്രിയുടെ എത്തിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും. പ്രധാനമന്ത്രിക്ക് കൊടുക്കണമെന്നുള്ള എന്റെ യോഗാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയം ഏറ്റുമാനൂർ നഗരസഭ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. ഏറ്റുമാനൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ നടന്ന യോഗാദിന പരിപാടി നഗരസഭ അധ്യക്ഷ ലവ്ലി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഷാജി അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS വിശ്വനാഥൻ, കൗൺസിലർമാരായ ക്ഷേമ അഭിലാഷ്, ബിബീഷ് ജോർജ്, ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രശാന്ത് ജി, ജോർജ് പുല്ലാടൻ, ദീപ ഓമനക്കുട്ടൻ, ജോസ്മോൻ പോത്തൻ പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ജീവിതശൈലി രോഗങ്ങളിൽ യോഗയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അഖിൽ ടോം മാത്യു ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും നടത്തി.